നമസ്കാരം. പ്രധാന വാർത്തകൾ. കനേഡിയൻ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച ജസ്റ്റിൻ ട്രൂഡോ പ്രധാനമന്ത്രി പദത്തിനൊപ്പം ലിബറൽ പാർട്ടി നേതൃസ്ഥാനവും രാജിവെക്കുന്നുവെന്ന് ട്രൂഡോ വ്യക്തമാക്കി. പാർട്ടിയിൽ പിന്തുണ നഷ്ടമായതോടെയാണ് രാജി തീരുമാനം. കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് രാജി. ട്രൂഡോ പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടർന്നാൽ ലിബറൽ പാർട്ടി വരും തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെടുമെന്ന് കാട്ടി പാർട്ടിക്കുള്ളിൽ നിന്നുയർന്ന വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് രാജി. ലിബറൽ പാർട്ടിയിലെ ജനപ്രതിനിധികളുടെ ഒരു നിർണായക യോഗം ബുധനാഴ്ച നടക്കാനിരിക്കുകയായിരുന്നു. അതിനു മുമ്പ് തന്നെ ലിബറൽ പാർട്ടിയുടെ അടിയന്തര യോഗം വിളിച്ച് ട്രൂഡോ തന്റെ രാജി പ്രഖ്യാപിക്കുകയായിരുന്നു. ആലുവയിൽ വീട് കുത്തി തുറന്ന് മോഷണം. 8.5 ലക്ഷം രൂപയും 40 പവനും കവർന്നു. ആലുവയിൽ അടച്ചിട്ടിരുന്ന വീട് കുത്തിത്തുറന്ന് മോഷണം. ചെമ്പകശ്ശേരി ആശാൻ കോളനി ആയത്ത് വീട്ടിൽ ഇബ്രാഹിംകുട്ടിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. 8.5 ലക്ഷം രൂപയും 40 പവനും കവർന്നു. വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയത്താണ് മോഷണം നടന്നത്. സംഭവത്തിൽ ആലുവ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയതായി അറിയിച്ചു. DCC ട്രഷററുടെ ആത്മഹത്യ അന്വേഷണത്തിന് KPCC. വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും മരണവുമായി ബന്ധപ്പെട്ടുയർന്ന ആരോപണങ്ങളെക്കുറിച്ചും വിവാദങ്ങളെക്കുറിച്ചും അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സമിതിയെ നിയോഗിച്ച് KPCC അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ, മുൻ MP രാഷ്ട്രീയകാര്യ സമിതി അംഗം സണ്ണി ജോസഫ് MLA, KPCC ജനറൽ സെക്രട്ടറി K ജയന്ത് എന്നിവർക്കാണ് അന്വേഷണ ചുമതലയെന്ന് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി M ലിജു അറിയിച്ചു. KPCC പ്രസിഡന്റ് K സുധാകരന്റെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം. വന്ദേ ഭാരതിൽ യാത്രക്കാർ തമ്മിൽ ഏറ്റുമുട്ടി, മൂക്കിടിച്ച് തകർത്തു. വന്ദേ ഭാരത് ട്രെയിനിൽ യാത്രക്കാർ തമ്മിൽ കയ്യാങ്കളി. കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് ട്രെയിനിലാണ് സംഭവം. ഏറെ നേരം തുടർന്ന കയ്യാങ്കളി കൃത്യസമയത്തെത്തി നിയന്ത്രിക്കാൻ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. കുട്ടികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്ന ട്രെയിനിൽ 2 യാത്രക്കാർ തമ്മിലായിരുന്നു അടിയുണ്ടാക്കിയത്. ഇതിൽ ഒരാളുടെ മൂക്ക് പൊട്ടി രക്തസ്രാവമുണ്ടായി. കണ്ണൂർ സ്വദേശിയായ ബ്രിജേഷ് സ്ത്രീകളോട് മോശമായി പെരുമാറിയെന്നാരോപിച്ചായിരുന്നു കയ്യാങ്കളി. ഏറ്റുമുട്ടിയ യാത്രക്കാരെ ഒടുവിൽ ചെങ്ങന്നൂർ പോലീസിന് കൈമാറി. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. PV അൻവർ ജയിലിൽ നിന്ന് പുറത്തേക്ക്, വൻ സ്വീകരണം നൽകി പ്രവർത്തകർ. നിലമ്പൂർ DFO ഓഫീസ് അടിച്ചു തകർത്ത കേസിൽ ജാമ്യം ലഭിച്ച PV അൻവർ MLA ജയിലിൽ നിന്നും പുറത്തിറങ്ങി. 18 മണിക്കൂർ നീണ്ട ജയിൽവാസത്തിന് ശേഷമാണ് PV അൻവർ രാത്രി 8:25 ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ PV അൻവറിനെ പ്രവർത്തകർ പൂമാലയും പൊന്നാടയും അണിയിച്ചാണ് സ്വീകരിച്ചത്. ജയിലിന് പുറത്ത് തടിച്ചുകൂടിയ DMK പ്രവർത്തകർ മധുരം വിതരണം ചെയ്താണ് അൻവർ ജയിലിന് പുറത്തിറങ്ങിയത് ആഘോഷിച്ചത്. PV അൻവറിന് അഭിവാദ്യം അർപ്പിച്ച് ജയിലിന് പുറത്ത് പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി. ജയിലിന് പുറത്ത് PV അൻവറിന് വൻ സ്വീകരണമാണ് പ്രവർത്തകർ നൽകിയത്.